ബഹുദൈവാരാധന വേദങ്ങളിൽ ബഹുദൈവാരാധനയെക്കുറിച്ചു വേദങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. നേരായതിനെ പലമാതിരി അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആശയക്കുഴപ്പം മാത്രമേ ഇതിലുള്ളൂ. ഒരു കാര്യം ആദ്യമേ പറയാം. ഹൈന്ദവധർമ്മത്തിന്റെ അടിസ്ഥാനം 4 വേദങ്ങളാണ്. ഇതിൽ നിന്നാണ് മറ്റെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഒരിക്കലും മാറ്റം വരാത്ത തത്വങ്ങളെയാണ് ഋഷിമാർ വേദങ്ങൾ എന്ന് വിളിച്ചത്. ഈ വേദങ്ങൾ ഈശ്വരനെക്കുറിച്ചു പറയുന്നത് ഇതാണ്. ഒന്നായ ഈശ്വരനെ വിശേഷ പ്രജ്ഞയുള്ളവർ ഋഷിമാർ പല പേരുകളിൽ വിളിക്കുന്നു. ഈശ്വരന്റെ ഏതൊരു ഗുണമാണോ ഞാൻ തിരിച്ചറിഞ്ഞത് അതിനനുസൃതമായ പേരാണ് നാം വിളിക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ചു, സ്വഭാവങ്ങൾക്കനുസരിച്ചു, സ്ഥാനത്തിനനുസരിച്ചു നമ്മുടെയൊക്കെ പേരും മാറുന്നില്ല. ഉദാഹരണത്തിന് രാമൻ എന്ന വ്യക്തിയെ എടുക്കുക. അദ്ദേഹത്തിന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം രാമൻ പുത്രനാണ്. അനുജനെ സംബന്ധിച്ചിടത്തോളം രാമൻ ജ്യേഷ്ഠനാണ്. ഭാര്യയെ സംബന്ധിച്ച് രാമൻ ഭർത്താവാണ്. കീഴുദ്യോഗസ്ഥനെ സംബന്ധിച്ച് രാമൻ ഓഫീസറാണ്. പക്ഷെ എല്ലാം ഒരാൾ തന്നെ വ്യത്യസ്ത ഭാവങ്ങളായി മാറി മാറി വന്നതാണ്. വേദങ്ങളിൽ മറ്റൊരിടത്ത് ഇങ്ങനെ കാണാം. 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല എന്നു തുടങ്ങി 10 വരെ എണ്ണുന്നു. എന്നിട്ടു പറയുകയാണ് അവൻ ഒന്നാണ്. ഒന്നു മാത്രം, ഒന്നേ ഒന്ന് മാത്രം. നിങ്ങൾ ഹിന്ദുവാണെങ്കിൽ നിങ്ങളുടെ പ്രമാണം ഇതാണ്. കേട്ടുകേൾവിയോ പാരമ്പര്യമായി വിശ്വസിച്ചുവരുന്ന അന്ധവിശ്വാസങ്ങളോ അല്ല. ഹിന്ദുക്കൾ മലകളെയും പുഴകളെയും ചന്ദ്രനെയും സൂര്യനെയുമൊക്കെ ആരാധിക്കുന്നുണ്ട്, ശരിതന്നെ. പക്ഷെ ഇതിനെയൊന്നും ദൈവമായിട്ടല്ല ആരാധിക്കുന്നത്. നമ്മൾ അച്ഛനമ്മമാരെ നമസ്കരിക്കുന്നത് നമുക്ക് ഈ ശരീരം തന്നതിനുള്ള ആദരവും അതിനു പുറമെ അവരുടെ ശരീരം ഈശ്വരന്റെ വാസസ്ഥലവുമാണെന്ന ബോധവും ഉള്ളതുകൊണ്ടാണ്. ഒരു ചെറിയ കുട്ടിയെ അറിയാതെ ഒന്ന് ചവിട്ടിയാൽ തൊട്ട് നെറുകയിൽ വെക്കുന്നത് ആ കുട്ടി ഈശ്വരനായതുകൊണ്ടല്ല, ആ കുട്ടിയിൽ ഈശ്വരൻ വസിക്കുന്നു എന്ന തിരിച്ചറിവുകൊണ്ടാണ്. ഒരു മരം നാം അതിനെ വലം വയ്ക്കുന്നു. കാരണം അത് ദൈവമായതുകൊണ്ടല്ല, ഈശ്വരൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അല്പം പോലും സ്വാർത്ഥയില്ലാതെ നിറവേറ്റുന്നതുകൊണ്ടും അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്നറിയുന്നതുകൊണ്ടുമാണ്. ശീതൾച്ചായ പകരുന്ന ചന്ദ്രനെ നമസ്കരിക്കുമ്പോൾ ഈശ്വരന്റെ ശീതളതയാണ് നാം അനുഭവിക്കുന്നത്. ഈ ശീതളതയാണ് നാം എല്ലാവർക്കും പകരേണ്ടത് എന്ന് നാം ഓർക്കണം. യാതൊരു പ്രതിഫലവും പറ്റാതെ സ്വർലോകത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ദൈവമല്ല. എന്നാൽ ഭൂമിയിലുള്ള സകലതിനും ജീവൻ നിലനിർത്തേണ്ട പ്രകാശവും ഊർജ്ജവും നൽകുന്നതാണ്. അതാകട്ടെ ഈശ്വരീയ ഗുണമാണ്. ആ ഗുണമാണ് നമ്മയെ സൂര്യനു മുൻപിൽ നമസ്കരിപ്പിക്കുന്നത്. എന്തിനുവേണ്ടി നാമും ഇതുപോലെ എല്ലാവർക്കും വെളിച്ചം പകരണം. കർമ്മത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകരുത് എന്ന് ഓർമ്മിക്കുകയാണ്. ഇതുപോലെ മറ്റു പ്രകൃതി ദേവതകളും. ഇതൊന്നും ഈശ്വരനല്ല എന്ന് നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. വേദപഠനം ഇല്ലാതായപ്പോൾ ആ സ്ഥാനം അന്ധവിശ്വാസികളും അല്പജ്ഞാനികളും കയ്യേറിയതിന്റെ പരിണിത ഫലമാണ് ദൈവങ്ങൾ എന്ന പ്രയോഗം തന്നെ. ഈശ്വരൻ ഒന്നേയുള്ളൂ, പലതില്ല. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് ഋഗ്വേദം പറയുന്നു. ഋഷിമാർക്കു ആ ഈശ്വരൻ തന്റെ ഹൃദയഗുഹയിൽ ഉണ്ടെന്നറിയാം.